ഓക്കെ, സോ ഹായ് ഓൾ, വെൽക്കം ടു ASB അക്കാഡമി. എല്ലാവർക്കും ASB അക്കാഡമി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും കാത്തിരുന്ന നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് തന്നെയാണ് നമ്മുടെ RRBയുടെ ഗ്രൂപ്പ് ഡി എക്സാംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഡിയുടെ എക്സാം നമുക്കറിയാം, ഒരു സിംഗിൾ ലെവൽ എക്സാം ആണ് വരുന്നത്. റിട്ടൺ എക്സാം നമുക്ക് ഒരു സ്റ്റേജേ വരുന്നുള്ളൂ. ദെൻ നമുക്ക് ഫിസിക്കലും മെഡിക്കലും കാര്യങ്ങളെല്ലാം വന്നതിന് ശേഷം ഈ ഒരു ഗ്രൂപ്പ് ഡിയുടെ എക്സാംസിന്റെ ഫൈനൽ സ്റ്റേജ് ആണ് നമ്മുടെ DV സ്റ്റേജ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് RRB ഗ്രൂപ്പ് ഡിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ്. കാരണം അറിയാമല്ലോ, എല്ലാം കഴിഞ്ഞിട്ട് ഈ ഫൈനൽ റിജക്ഷനും കാര്യങ്ങളും എല്ലാം നടക്കുന്ന ഒരു സ്റ്റേജാണ്. സോ അത്രത്തോളം സീരിയസ് ആയിട്ട് നമ്മൾ നോക്കി വെക്കേണ്ട ഒരു സ്റ്റേജും കൂടിയാണ് ഇതെന്ന് പറയുന്നത്, നമ്മുടെ ഒരു ഗ്രൂപ്പ് ഡിയുടെ വെരിഫിക്കേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഗ്രൂപ്പ് ഡിക്ക് ആവശ്യമായിട്ട് എന്തെല്ലാം ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിൽ വേണം, നമ്മൾ അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിനിടയ്ക്ക് വാലിഡ് ആയിട്ട് ഏതെല്ലാം ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ കയ്യിൽ വെച്ചേക്കേണ്ടത്, ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതെല്ലാം ഈ വീഡിയോയിൽ നമ്മൾ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ നമുക്കറിയാം ഓൾറെഡി എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ബാക്കി റിസർവേഷനും കാറ്റഗറീസും എല്ലാം വരുമ്പോൾ, നമുക്ക് അവർ റിലാക്സേഷനും എല്ലാം വരുമ്പോൾ എന്തെല്ലാം ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിൽ വേണം, അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകണം കേട്ടോ. ഞാൻ പറഞ്ഞാലും വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് ആണ്. ഫൈനലായിട്ട് റിജക്ഷനും ഫൈനൽ സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ ബാക്കി എല്ലാം നമ്മൾ റെഡിയായി വന്നതിന് ശേഷം ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ റിജക്ഷൻ ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവരതിനകത്ത് പ്രത്യേകിച്ച് റിലാക്സേഷനോ കാര്യങ്ങളോ ഒന്നും വെക്കാറുമില്ല. ഓക്കെ, ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സ്റ്റേജ് കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം കൃത്യമായിട്ട് എന്ത് വേണം, നമ്മുടെ കയ്യിൽ വേണം. ഇല്ലെങ്കിൽ റിജക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. എന്തൊക്കെ വേണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുകയാണ് കേട്ടോ. സോ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വരുന്ന ഈ ഒരു സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് അറിയാലോ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ആണ് ആദ്യം വേണ്ട അല്ലേ? അതായത് നിങ്ങൾക്ക് എന്ത് വേണം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അതറിയാലോ, 10th പാസ്സാണ് നിങ്ങൾക്ക് ബേസ് വരുന്നത് അല്ലേ? 10th പാസ് നിങ്ങൾക്ക് എന്ത് വേണം, ബേസ് വരുന്നുണ്ട് തന്നെ. 10th പാസ് എന്താണ്, അത് നിങ്ങൾക്ക് കമ്പൽസറി ആണ്. ഇനി അതല്ലാതെ ഈ പറയുന്ന ITA അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റും, അതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അല്ലെ? നമുക്കറിയാലോ, വന്ന വിധിയും കാര്യങ്ങളും വെച്ചിട്ട് ITA അല്ലെങ്കിൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഈ 10th പാസ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ ഈ ITA അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് വേണം, കൃത്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ഏത് ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണോ അതിൻ്റെ സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങൾ അപ്ലൈ ചെയ്ത് ഏത് ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണോ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അറിയാലോ, മാർക്ക് ഷീറ്റ് അല്ല ഉദ്ദേശിക്കുന്ന ഈ സർട്ടിഫിക്കറ്റ് നമ്പർ, പാസിംഗ് ഡേറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ ആപ്ലിക്കേഷൻ ഫോമിൽ ഏതാണോ എൻ്റർ ചെയ്തത്, അല്ലെങ്കിൽ ഏത് ക്വാളിഫിക്കേഷൻ വെച്ചാണോ നിങ്ങൾ അപ്ലൈ ചെയ്തത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എന്താണ്, മസ്റ്റ് ആയിട്ട് വെരിഫിക്കേഷൻ ടൈമിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ 10th പാസ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ITA അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ആൻഡ് ദെൻ നിങ്ങൾക്ക് വരുന്ന അറിയാലോ, ID പ്രൂഫ്. ID പ്രൂഫ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ജനറൽ ആയിട്ട് കുറേ പറയുന്നുണ്ട്. നമ്മൾ ഏറ്റവും പ്രിഫർ ചെയ്യേണ്ടത് എന്ത് തന്നെയാണ്, ID പ്രൂഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് പ്രിഫർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് എന്ത് തന്നെയാണ്, ആധാർ കാർഡ് തന്നെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ആധാർ കാർഡ് തന്നെയാണ് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യേണ്ടത്, പ്രിഫർ ചെയ്യേണ്ടത്. കാരണം അതിനകത്ത് മറ്റ് കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ID പ്രൂഫ് മസ്റ്റ് ആണ്. ID പ്രൂഫ് മസ്റ്റ് ആണ്. വാലിഡ് ആയിട്ടുള്ള, നിങ്ങൾ കൊടുക്കുന്ന ഒറിജിനൽ ഡീറ്റെയിൽസ് എല്ലാം വാലിഡ് ആക്കി അത് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ID പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ആധാർ തന്നെയാണ് എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് കേട്ടോ. ഫസ്റ്റ് പ്രിഫറൻസ് എന്ത് തന്നെയാണ്, ആധാർ തന്നെയാണ്. അതല്ല എന്നുണ്ടെങ്കിൽ പാൻ കാർഡ്, വോട്ടർ ID, അങ്ങനത്തെ എന്തും ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം ID ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. ബട്ട് സ്റ്റിൽ ആധാർ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിഫർ ചെയ്യുക കേട്ടോ. ആധാർ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പ്രിഫർ ചെയ്യേണ്ടത്. അതിനകത്ത് കറക്റ്റ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിലേക്ക് വരുന്നത്. അതായത് ഇപ്പോൾ ആപ്ലിക്കേഷനിൽ നിങ്ങൾ വെച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് അത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ എൻഷുർ ചെയ്യുക, നമുക്കറിയാമല്ലോ. അപ്പോൾ ആധാർ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ID പ്രൂഫിൻ്റെ കേസിൽ നിങ്ങൾ പ്രിഫർ ചെയ്യുക. ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പം അടുത്ത് നമുക്ക് വരുന്നത് അറിയാം, നമുക്കറിയാം ഈ കാറ്റഗറി റിസർവേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് SC ST കാറ്റഗറി വരുന്നുണ്ട്, അല്ലെങ്കിൽ OBC EWS കാറ്റഗറി ഒക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുക, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. SC ST സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഈവൻ EWS കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, സെൻട്രൽ ഗവൺമെൻറ് അവർ പറഞ്ഞിരിക്കുന്ന ടൈം പീരീഡിൽ തന്നെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുപോലെ OBC ആണെന്നുണ്ടെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം എന്ത് വേണം, നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. എസ്പെഷ്യലി OBC NCL കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തും കൂടെ വേണം, ഇൻകം പ്രൂഫും കൂടെ ഉണ്ടായിരിക്കണം. അറിയാലോ, നോൺ ക്രിമിനൽ വരുമ്പോൾ അതിൽ എന്തും കൂടെ വേണം, അതിൻ്റെ ഇൻകം പ്രൂഫും കൂടെ വേണം. സോ SC ST കാറ്റഗറി അല്ലെങ്കിൽ OBC NCL കാറ്റഗറി ഒക്കെ വരുമ്പോൾ, EWS കാറ്റഗറി ഒക്കെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് കാറ്റഗറി സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഉണ്ടായിരിക്കണം. അതിനകത്ത് ഇഷ്യൂ ഡേറ്റ് ഒക്കെ അതിനകത്ത് കൃത്യമായിട്ട് വേണം. ഇഷ്യൂ ഡേറ്റും കാറ്റഗറി നമ്പറും എല്ലാം നമുക്ക് അറിയാവുന്ന കറക്റ്റ്ലി എൻ്റർ ചെയ്യണം. അറിയാലോ, നമ്മൾ ഈ പറഞ്ഞിട്ട് ഡോക്യുമെന്റ് എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് അതിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ വാലിഡിറ്റി നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ് എല്ലാം ഈ പറഞ്ഞിരിക്കുന്ന ടൈം പീരീഡ് തന്നെ ആയിരിക്കണം. അപ്പോൾ കറക്റ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡേറ്റ് വേണം, കാറ്റഗറി നമ്പർ, ആ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ ഡീറ്റെയിൽ ആയിട്ട് എൻ്റർ ചെയ്യണം. ഇതെല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് എൻ്റർ ചെയ്യുന്നതെന്നുള്ള ഉറപ്പ് വരുത്തുക. എൻ്റർ ചെയ്ത ആ ഒരു നമ്പരും ഡേറ്റും അനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ്സ് തന്നെയാണ് നിങ്ങൾ വെരിഫിക്കേഷൻ ടൈമിൽ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, ഉറപ്പ് വരുത്തുക. ക്ലിയർ?
ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും വേണ്ടല്ല, ആപ്ലിക്കബിൾ ആയിട്ടുള്ളവർ അല്ലെ, SC/ST റിലാക്സേഷൻ കിട്ടുന്നവർ അല്ലെങ്കിൽ OBC റിലാക്സേഷൻ EWS കാറ്റഗറിയിലൊക്കെ വരുന്നവരുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ കാറ്റഗറി അല്ല സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം അവിടെ ഉറപ്പുവരുത്തുക. ഓക്കെ, ദെൻ നമുക്കറിയാം ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് എല്ലാ പോസ്റ്റുകൾക്കൊന്നും വേണ്ട അല്ലേ, ചില കേസുകളിൽ മാത്രം, ചില പോസ്റ്റുകൾക്ക് മാത്രം എന്താണ് ഒരു റീജിയണൽ പ്രിഫറൻസ് വരുന്ന പോസ്റ്റുകൾക്ക് മാത്രം ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട്. സോ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളവർ എന്ത് ചെയ്യാം, അത് വേണ്ടവർ എന്ത് ചെയ്യുക, അത് അപ്ലൈ ചെയ്യുകയും കാര്യങ്ങളും ചെയ്യുക. ഓക്കെ, ആ പോസ്റ്റുകൾക്ക് റീജിയണൽ പ്രിഫറൻസ് വരുന്ന പോസ്റ്റുകൾക്ക് മാത്രം എന്ത് ചെയ്യുക, അത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാത്തിനും അത് എന്തല്ല, കമ്പൽസറി അല്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ദെൻ നമുക്കറിയാലോ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് PW കാൻഡിഡേറ്റ്സിന്, ഓക്കെ, PW കാറ്റഗറിയിലൊക്കെ വരുന്ന കാൻഡിഡേറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്പെസിഫിക് ജോബിന് ഈ പറഞ്ഞ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റും കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ പ്രസന്റ് ചെയ്യേണ്ടി വരും. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന റിക്വയർമെന്റ്സ് അനുസരിച്ച്, ക്രൈറ്റീരിയസ് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അത് പ്രസന്റ് ചെയ്യേണ്ടി വരും. അത് അതിന്റെ കറക്റ്റ് ഫോർമാറ്റിലാണ്. അതേ ഗവൺമെന്റ് അപ്രൂവ്ഡ് മെഡിക്കൽ ഓഫീസറാണ് അല്ലേ, നമുക്ക് ഗവൺമെന്റ് അപ്രൂവ്ഡ് മെഡിക്കൽ ഓഫീസർ തന്നെ എന്ത് ചെയ്യണം, സോ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്നുള്ളൊരു വെരിഫിക്കേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സർവീസിലുള്ള മെഡിക്കൽ ഓഫീസർ തന്നെയാണ് അത് അപ്രൂവ് ചെയ്തതെന്നുള്ള ഉറപ്പ് വരുത്തുക. ഓക്കെ, അത് മസ്റ്റ് ആണ്. സോ അത് എല്ലാ പോസ്റ്റിലും അല്ല. ഇതുപോലെ PWD കാൻഡിഡേറ്റ്സിന് ചില സ്പെസിഫിക് ജോബിൽ എന്ത് വേണം, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. സോ അങ്ങനത്തെ ക്രൈറ്റീരിയാസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വെരിഫിക്കേഷൻ ടൈമിൽ നിങ്ങൾ മസ്റ്റായിട്ടും എന്ത് ചെയ്യുക, ആ ഒരു മെഡിക്കൽ എലിജിബിലിറ്റി പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സർട്ടിഫിക്കറ്റ്, അതായത് ഗവൺമെന്റ് ഒഫീഷ്യൽ തന്നെ അപ്രൂവ് ചെയ്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ കരുതാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അത് ഈ മെഡിക്കൽ എലിജിബിലിറ്റി ഒക്കെ അറിയാലോ, ഓരോ പോസ്റ്റും അതിന്റെ ക്രൈറ്റീരിയാസിന് മെഡിക്കൽ എലിജിബിലിറ്റി ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനവിടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് PWD കാൻഡിഡേറ്റ്സിന് വരികയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് എന്ത് ചെയ്യുക, നിങ്ങളത് പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സെറ്റ് ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ ടൈമിൽ ഏറ്റവും ബേസ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ട എന്നുള്ള കാര്യം അവിടെ നോട്ട് ചെയ്യുക. അറിയാലോ, നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നു കഴിഞ്ഞു, ഇനി നമുക്ക് വേസ്റ്റ് ചെയ്യാനായിട്ട് ടൈമോ കാര്യങ്ങളോ ഒന്നുമില്ല. എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, ഫ്രഷേഴ്സ് ആണെങ്കിലും ഓൾറെഡി കഴിഞ്ഞ എക്സാമിന് പ്രിപ്പയർ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഏറ്റവും ശരിയായ, ഏറ്റവും ഐഡിയൽ ടൈമാണ് ഇതെന്ന് പറയുന്നത് അല്ലേ. ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ ഒരു വലിയ ബേസ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇൻ കേസ് കഴിഞ്ഞ എക്സാമിന് അതേപോലെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ബേസ് വെച്ചിട്ട് ഈ വരാൻ പോകുന്ന എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാം. നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ അറിയാം, ക്വസ്റ്റ്യൻ്റെ സോഴ്സ് എവിടെ നിന്നാണെന്ന് അറിയാം, ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുത്ത് ഏരിയാസ് എന്നറിയാം. അതെല്ലാം വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് ഈ വരാൻ പോകുന്ന എക്സാമിനെല്ലാം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം അല്ലേ. ഈവൻ ഫ്രഷേഴ്സ് ആണെന്നുണ്ടെങ്കിലും നോട്ടിഫിക്കേഷൻ വന്നിട്ടേ ഉള്ളൂ, ഇപ്പോഴേ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സമയമാണ്. നമുക്ക് പക്ക നല്ല അടിപൊളിയായിട്ട് കംപ്ലീറ്റ് സിലബസും കവർ ചെയ്യാൻ ടൈമുണ്ട്. സിലബസ് കവർ ചെയ്യാന്നുള്ള മാത്രമല്ല, കവർ ചെയ്തിട്ട് ബാക്കി നല്ല അടിപൊളിയായിട്ട് PYQ ബേസ്ഡ് റിവിഷന് വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്, ടൈം അത്യാവശ്യം കിട്ടും. സോ പഠിച്ചു തുടങ്ങാനുള്ള, അല്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടണം എന്നുള്ള രീതിയിലുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള റൈറ്റ് ടൈമാണ്. ആ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള നിങ്ങൾക്കുള്ള എല്ലാ അസിസ്റ്റൻസും ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കംപ്ലീറ്റ് സിലബസ് കവറേജ് ആണ്, അതിനോടൊപ്പം തന്നെ പക്ക PYQ ബേസ്ഡ് ആയിട്ടുള്ള റിവിഷൻ സെക്ഷൻസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഗ്രൂപ്പ് ഡി എക്സാംസിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട എല്ലാ PYQs നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് റെഗുലർ ബേസിസിൽ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെറുതെ പഠിക്കുക എന്നുള്ള മാത്രമല്ല, കൃത്യമായിട്ട് പഠിക്കുന്ന ടോപ്പിക്സും ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കും അല്ലേ. നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് അനാലിസിസ് നടത്താം, എവിടെയാണ് കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സ് കൂടുതൽ ഫോക്കസ് കൊടുക്കണം. അതുപോലെ ക്വസ്റ്റ്യൻസിന്റെ ഒരു പേടി മാറാനും എല്ലാം ഈ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും. സോ അത് നിങ്ങൾക്ക് ഇപ്പോൾ സ്പെഷ്യൽ സെക്ഷൻസ് ഉണ്ടായിരിക്കും. ആൻഡ് കറന്റ് അഫേഴ്സ് ആണെങ്കിലും ഈ പറയുന്ന പോലെ ഷോർട്ട് കട്ട്സും ട്രിക്സും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം ബേസ്ഡ് ക്ലാസ്സും ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് വന്നത്. സോ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ്, ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ട ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇനി ഒരു കാരണവശാലും ഈ ചാൻസ് മിസ് ചെയ്യരുത്. പഠിച്ചു തുടങ്ങാൻ ഏറ്റവും ശരിയായ സമയമാണ്. സോ എത്രയും പെട്ടെന്ന് സ്ക്രോളിൽ നിങ്ങൾക്ക് നമ്പർ കാണാം, അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. എന്ത് സംശയം ഉണ്ടെങ്കിലും അതിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. സോ എത്രയും പെട്ടെന്ന് അഡ്മിഷൻസ് എടുക്കുക, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇനി ടൈം വേസ്റ്റ് ചെയ്തത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് അല്ലേ. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഏകദേശം 22,000 വേക്കൻസീസ് ആണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വെറുതെ കളയാൻ പാടില്ല, നന്നായിട്ട് പഠിക്കുക, എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. സോ എൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ സീ യു ഓൾ ദ ബെസ്റ്റ്.